എൻ്റെ ചങ്ങാതിമാരെ ഇത് കണ്ടില്ലേ, നല്ല കിടുക്കാച്ച് ചക്ക വേവിച്ചതും കൂടെ നല്ല മീൻ വറ്റിച്ച കറി. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ? പിന്നെ കാണുമ്പോഴുള്ള കാര്യം പറയണോ, കപ്പൽ ഓടിക്കാനുള്ള വെള്ളം ഇപ്പം നിങ്ങളുടെ വായിലുണ്ടോ? അതേ നല്ല ആവി പറക്കുന്ന ചക്ക വേവിച്ചതും മീൻ വറ്റിച്ചതും എൻ്റെ ചങ്ങാതി സമം വേറെ ലെവലാണ്. ഈ പ്രാവശ്യം വീട്ടിലേക്ക് ചെന്നപ്പോഴേക്ക് വീട്ടുകാരെല്ലാം കൂടെ ചക്ക ഒരുക്കുന്ന പരിപാടിയാണ്. നേരെ നോക്കൂ, നല്ല അടിപൊളിയൊരു ചക്ക കിട്ടി. നേരെ അവരത് കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് അതിൻ്റെ അല്ലിയൊക്കെ എടുത്ത് കുരുവൊക്കെ മാറ്റി ചകണിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി നീറ്റാക്കി എടുക്കുന്ന പരിപാടിയാണ്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചങ്ങാതിമാർക്ക് അങ്ങ് ഷെയർ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ അവരുടെ കൂടെ കൂടി അങ്ങ് നമ്മൾ ചക്ക വേവിച്ച് ഉണ്ടാക്കാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങളങ്ങ് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ നേരെ ഒന്നും നോക്കണ്ട, ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാണ്. കിട്ടുക്കൻ സംഭവം, കൂടെ മീൻ വറ്റിച്ചോ അല്ല ഇച്ചിരി ബീഫ് കറിയും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലിലേക്ക് പോകും. ഇതുപോലെ ചക്ക ചെറുതായി ഇങ്ങനെ അരിയുക കേട്ടോ. തീരെ കുനുകുനാന്നരിയില്ല, കാരണം പെട്ടെന്ന് വേവുന്നതാണ് ചക്ക. കപ്പ പോലെയല്ല, പെട്ടെന്ന് വെന്തെടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് കുനുകുനാന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ മാഷ് ചെയ്ത് ഒരുപാട് കുഴമ്പ് രൂപത്തിലായിപ്പോവും. അതുകൊണ്ട് ഒരു ഇച്ചിരി കട്ടിയായിട്ട് തന്നെ അരിയാൻ ശ്രമിക്കുക. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ചക്ക ഇങ്ങ് അരിയുക കണ്ടോ. ഇത് ചക്ക അരിഞ്ഞ ശേഷം ഇതിന് വേണ്ട അരപ്പാണ് തേങ്ങ. അപ്പോൾ തേങ്ങ ഞാനിപ്പോൾ ഒരു തേങ്ങാതെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു തേങ്ങാതെ പകുതി എടുത്ത് ചിരണ്ടിയ ശേഷം കാന്താരി മുളക്, ഒരു 5-6 പീസ് കാന്താരി മുളക് എടുത്ത് മാറ്റി വെക്കാം കണ്ടോ. എന്നിട്ട് നമുക്കൊരു ഇതുപോലൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഇതുപോലെ ചെറുള്ളി ഇട്ട് കൊടുക്കുക, കുറച്ച് വെളുത്തുള്ളി, കാന്താരി മുളക്, ജീരകം, കുരുമുളക്, ഇത്ര സാധനം മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കണ്ടോ. തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടിയും വേണം. എന്നിട്ട് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി, അരഞ്ഞല്ല ഒന്ന് ഇങ്ങനെ ചതച്ച് കിട്ടാൻ വേണ്ടി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ ചതച്ചെടുക്കുക. എന്നിട്ട് ശേഷം തീ പിടിപ്പിക്കുക. ചക്ക ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ അങ്ങ് മൂടി വെച്ച് ആവി കൊള്ളിക്കാൻ വെക്കുക. ഒരു മാക്സിമം ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ ആവിയായി വരും. അപ്പോഴേക്കും ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് വിടുക. നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് വിത്തലൊന്ന് പിടിക്കണമല്ലോ, അതിന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വിടുക. ശേഷം പിന്നെയും മൂടി വെക്കുക. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുക. തുറന്ന ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ അരപ്പെല്ലാം ഇട്ട ശേഷം അരപ്പിൻ്റെ ബാലൻസ് ആ മിക്സിയിൽ ജാർ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിയ ശേഷം അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കാരണം ഇപ്പോൾ വെള്ളം വറ്റി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ വെക്കുക. ശേഷം ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അരപ്പൊക്കെ ഒന്ന് ആവി ഒള്ളിച്ച് ഒരു രൂപത്തിൽ ഭാവത്തിലൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഒലക്ക വെച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനം വെച്ചോ, നമ്മുടെ ചപ്പാത്തിൻ്റെ സാധനമൊക്കെ വെച്ച് ഇതുപോലെ ഇടിച്ച് മാഷ് ചെയ്ത് ഇവനെങ്ങ് ഈ രൂപത്തിലൊക്കെ ആക്കി എടുക്കുക കണ്ടോ. ഇപ്പം തന്നെ എൻ്റെ ചങ്ങാതി നല്ല മണം വരുന്നു കേട്ടോ. ആ സമയത്ത് ഇതുപോലെ ചട്ടി എടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അരിയിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിക്കുക. കടുകാണേലും കുഴപ്പമില്ല, ഞാൻ ഇതിൻ്റെ അകത്ത് അരിയാണ് വീട്ടുകാരിട്ടു കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ട് ഇടക്കട്ടെ എന്ന് ഓർത്ത്. എന്നിട്ട് ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് ഇങ്ങനെ ഒന്ന് വരട്ടുക. വരട്ടിയ ശേഷം കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇടുക. വത്തലമുളക് വേണമെങ്കിൽ വത്തലമുളക് ഇടാം കേട്ടോ. വത്തലമുളകും കൂടെ വേണേൽ ഇട്ട് ഇത് മൊത്തത്തിലൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ പൊക്കിയെടുക്കുക. ചക്ക വേവിച്ചതിലേക്ക് ഇതുപോലെ ഇങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചങ്ങാതിയെ വെളിച്ചെണ്ണയും കൂടെ ചെന്ന് കഴിയുമ്പോഴേക്ക് എന്നാ സ്മെല്ലാണ് വരുന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട, നേരെ സൂപ്പറായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കുക. എൻ്റെ ചങ്ങാതി ഈ സംഭവം വേറെ ലെവലാട്ടോ. കൊതി വന്നിട്ടൊരു രക്ഷയില്ല. ഇപ്പം തന്നെ എനിക്കൊരു കൊതി വന്നിട്ട് രക്ഷയില്ല. നേരെ ഇതുപോലെ എടുത്തത് ഇങ്ങനെ പാത്രത്തിലേക്ക് സ്ലോ മോഷനിലങ്ങ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ സ്ലോ മോഷൻ ഇട്ട ശേഷം ആ മീൻ വറ്റിച്ചത് ഇതുപോലെ ഇളക്കിയിട്ട് ചക്ക വേവിച്ചതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. എൻ്റെ ചങ്ങാതി ആ ചാറൊക്കെ ഒലിക്കുന്നത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല, ഒരു രക്ഷയുണ്ടാവില്ല. ഇപ്പം തന്നെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ നേരെ കട്ട് ചെയ്തോ ഇതുപോലെ ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല മീൻ കറിയോ ഇച്ചിരി ബീഫ് കറിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ പിള്ളേരൊക്കെ കഴിച്ചിട്ട് പിള്ളേരുടെയൊക്കെ സന്തോഷം കണ്ടോ, ഒരു രക്ഷയില്ല, സംഭവം വേറെ ലെവലാണ്. അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് കേട്ടോ. ആ യൂട്യൂബ് ചാനലും കൂടെ നിങ്ങൾ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് തകർത്തങ്ങ് ലൈക്ക് അടിക്കുക. എൻ്റെ ചങ്ങാതിമാരെ, നിങ്ങളുടെ സ്നേഹമല്ല നമ്മുടെ സന്തോഷം. അപ്പോൾ ഈ ചക്ക വേവിച്ചോ ഉണ്ടാക്കാൻ മറക്കല്ലേ. വേവിച്ച ശേഷം
ഉണ്ടാക്കി കഴിച്ച ശേഷം അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.